പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഗ്യാസ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഗ്യാസ് പ്രതിസന്ധി ഇല്ല, മറിച്ച് ജനങ്ങൾ ഗ്യാസ് പ്രതിസന്ധി ഉണ്ട് എന്ന് വിശ്വസിച്ച് കൂടുതൽ ഗ്യാസുകൾ ബുക്ക് ചെയ്യാനായി തുടങ്ങിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ രാജ്യത്ത് ഹർത്താലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബന്ദാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വൈകുന്നേരം പെട്രോൾ അടിക്കാനായി പെട്രോൾ പമ്പുകളിൽ വലിയ തിരക്കായിരിക്കും. അതുപോലെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ആൾ തുടരെ ഈ ഗ്യാസ് ബുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഗ്യാസും ബുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടുതലായി കഴിഞ്ഞാൽ അത് ഈ സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോയുടെ താളം തെറ്റിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്രോളിയം മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ ഗ്യാസ് പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പ്രതിസന്ധി ഉള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഹോട്ടലുകൾക്കും മറ്റും നൽകുക വ്യാവസായിക അടിസ്ഥാനത്തിൽ നൽകുന്ന ഗ്യാസിനാണ്. അതിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോൾ അതും പരിഹരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തെ പാചകവാതക വിതരണത്തെ സാരമായി ബാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് ക്ഷാമം മറികടക്കുന്നതിനും ഗാർഹിക ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, വ്യവസായങ്ങൾ എന്നിവയ്ക്ക് കൽക്കരി, മണ്ണെണ്ണ, ബയോമാസ് തുടങ്ങിയ ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. LPGയിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയെ അറിയിച്ചു. ഹോസ്പിറ്റാലിറ്റി, റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഒരു മാസത്തേക്ക് ബയോമാസ്, RDF പെല്ലറ്റുകൾ, മണ്ണെണ്ണ, കൽക്കരി എന്നിവയുടെ ഉപയോഗം അനുവദിക്കാൻ പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് നിർദ്ദേശം നൽകി. ചെറുകിട ഇടത്തരം ഉപഭോക്താക്കൾക്ക് കൂടുതൽ കൽക്കരി അനുവദിക്കാൻ കോൾ ഇന്ത്യക്കും സിംഗ്രാനി കൊളിയറീസിനും ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് 48,000 കിലോ ലിറ്റർ മണ്ണെണ്ണ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ത്രൈമാസ വിഹിതത്തിന് പുറമെ വിതരണത്തിനായി സംസ്ഥാന സർക്കാരുകൾക്ക് 48,000 കിലോ ലിറ്റർ മണ്ണെണ്ണ കൂടി കേന്ദ്രം നൽകിയിട്ടുണ്ടെന്ന് പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ചെറുകിട ഇടത്തരം ഉപഭോക്താക്കൾക്കായി കൂടുതൽ കൽക്കരി അനുവദിക്കാൻ കൽക്കരി മന്ത്രാലയം കോൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുതിയ ബുക്കിംഗ് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത്. ക്ഷാമവും പരിഭ്രാന്തി നിറഞ്ഞ ബുക്കിങ്ങുകളും ഉണ്ടാകുമെന്ന് ആൾക്കാർ ഭയപ്പെടുന്നതിനാൽ സർക്കാർ 2 സിലിണ്ടറുകൾക്കിടയിലുള്ള ഇടവേള മാറ്റി 2 സിലിണ്ടർ ബുക്കിങ്ങുകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ഇടവേള 45 ദിവസമായി ഉയർത്തിയിരിക്കുകയാണ്. നഗരങ്ങളിൽ ഈ ഇടവേള 25 ദിവസമായിരിക്കും. നേരത്തെ ഈ പരിധി 21 ദിവസമായിരുന്നു. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ശേഷം സർക്കാർ ഇത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.